ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നമ്മളെ കൈമ കുറച്ച് സ്വന്തമായിട്ട് സാധനങ്ങളുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഐ ഹാവ് എ ഹൗസ്, എനക്കൊരു വീടുണ്ട്. ഐ ഹാവ് എ ക്ലാസ്, എനക്കൊരു ക്ലാസ് ഉണ്ട്. ഐ ഹാവ് എ കാർ, എനക്കൊരു കാർ ഉണ്ട്. ദേ ഹാവ് എ ഹൗസ്, അവർക്കൊരു വീടുണ്ട്. അങ്ങനെ നമ്മൾ പോസിറ്റീവില് പറഞ്ഞു. ഇത് നമ്മളിങ്ങനെ നെഗറ്റീവില് പറയാം. ഐ ഡോണ്ട് ഹാവ് എ കാർ, ഐ ഡോണ്ട് ഹാവ് എ ക്ലാസ്, ദേ ഡോണ്ട് ഹാവ് കാർ. ഇങ്ങനെ നമ്മൾ പോസിറ്റീവിലും നെഗറ്റീവിലും പറഞ്ഞു. അതുപോലെ സെക്കൻഡ് പേഴ്സൺസ്, അതായത് ഒരു ബോയ്, ഒരു ഗേൾ, അവരെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഹി ഹാസ് എ കാർ, അവൻ ഒരു കാറുണ്ട്. ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, അവൾക്ക് ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് പറഞ്ഞു. അതിങ്ങനെ നെഗറ്റീവില് പറയാം. ഹി ഡസൻ ഹാവ് എ കാർ, ഷീ ഡസൻ ഹാവ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. അങ്ങനെ പറയും. ഒന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സി ഐ യു ദേ വീനിലത് പ്ലൂറൽസ് ആണ്. അവരെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഹാവ് എന്നും, ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഡോണ്ട് ഹാവ് എന്നും യൂസ് ചെയ്യും. ഓക്കെ, ഗോട്ട് ഇറ്റ്? അതുപോലെ ഹി, ഷീ, ഇറ്റ് സിംഗുലേഴ്സ് ആണ്. അവരെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ പോസിറ്റീവായിട്ട് ഹാസ് എന്നും, നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഡസൻറ്റ് ഹാവനും യൂസ് ചെയ്യൂ. ഇങ്ങനത്തെ സിമ്പിൾ ആയ ടിപ്സുകൾ എനിക്ക് ഈസി ആയിട്ട് ബ്രിട്ടീഷ് അക്കാഡമിയിൽ ഞാൻ പറഞ്ഞു തരാം.